62-ലാണ് എന്റെ ഗൾഫ് യാത്ര സൗദിയിലേക്ക്. അന്നത്തെ പോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഈ മച്ചുവേല് പോയിട്ട് അവിടുന്ന് കടലിലേക്ക് എടുത്ത് അങ്ങോട്ട് ചാടണം. പിന്നെ കിട്ടിയാ കിട്ടി പോയാ പോയി. പിന്നെ നീന്തി കയറണ്ടേ. അന്നാണ് നമ്മുടെ യൂസുവിന്റെ ഒക്കെ വരവ് അവിടേക്ക്. നമ്മുടെ പാടത്തെ യൂസഫ്. ഏത് പാടത്തെ യൂസഫ്? ഏടാ യൂസഫ് അലി. അപ്പൊ ഓനൊക്കെയുള്ള സമയമാണ് അന്ന്. ആ കാലത്ത് അവിടുത്തെ ചുരുക്കം കുറച്ച് മലയാളികളുടെ ഇടയിലുള്ള ആ മലയാളി അസോസിയേഷന്റെ കൺവീനറാ ഞാൻ. അപ്പൊ അന്നും കോയിക്ക കൺവീനർ തന്നെയാണ്. പിന്നെ എവിടെ ചെന്നാലും എന്തിനെങ്കിലും ഒന്ന് പിടിച്ചങ്ങടെ ആക്കുമല്ലോ. അന്ന് എന്റെ ആ ഒരു പ്രൗഢി അതാണ്. ഉത്സാഹവും അപ്പൊ അതൊക്കെ പണിയെടുക്കാനുള്ള ഒരു ഉത്സാഹവും അതന്നെ. ഒരു കാര്യം പറയട്ടെ. എന്താണ്? വൈദേശികാധിപത്യത്തിനെതിരെയും സ്വേച്ഛാധിപത്യത്തിനെതിരെയും പടപൊരുതിയ ധീര ദേശാഭിമാനികൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ കാലത്ത് ഒന്ന് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും പുതിയൊരു യുവ നേതാവിനെ നമുക്ക് കാണാൻ പറ്റോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? എവിടെ? സൗദിയിലോ? അല്ല, നാട്ടില്. അല്ല, ഉണ്ണി പറഞ്ഞതിലും കാര്യമുണ്ട്. അനക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല, അവനല്ല ആലോചിച്ചിട്ട് വേറെ വെളിവേട് പറയുമുണ്ടാന്ന് കണ്ടു. ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതിന് നമുക്ക് സമാനം ഉണ്ടാക്കാം. ഈ മീറ്റിംഗ് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ, അന്ന് ഈ 62 കാലഘട്ടത്തിൽ ഈ ഗൾഫിൽ എണ്ണ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു പൊടിപ്പും തൊങ്ങലൊക്കെ പിടിച്ച് വളർന്ന് ഇങ്ങനെ വരുന്നൊരു സമയമാണ്. അപ്പോഴും ഉണ്ട് കേട്ടോ അവർക്ക് ഈ എന്തെന്നാ പറയാ, ഈ വേസ്റ്റ് നിർമാർജന പദ്ധതിയിൽ നിന്ന് ഇപ്പൊ നമ്മൾ പറയണ്ടല്ലോ, അന്ന് അവിടെ ഉണ്ടായി. അന്ന് അവിടുത്തെ മലയാളി അസോസിയേഷന്റെ കൺവീനറായിട്ട് ഇരിക്കണം ഞാനടക്കം. ആ പരിസരത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് പറക്കി വൃത്തിയാക്കും. എന്നിട്ട് ഇവിടെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാക്കിയാണ് ഇക്ക അവിടെ കച്ചറ പറക്കാൻ നടന്നിട്ട് കുറെ കാലം ജയിലിലായിരുന്നാണ് പറഞ്ഞത്. ഏത് നമുക്കത് അസൂയക്കാര്. ഏടാ ചങ്ങായി, വെള്ളിയാഴ്ച ദിവസം ഒഴിവല്ലേ? അങ്ങനെയാണ്. പിന്നെന്താ വെച്ചാ പറക്കണതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങളൊക്കെ കേടുവരാത്തൊക്കെ ചിലതൊക്കെ കിട്ടുമ്പോ നമ്മൾ എടുത്തിട്ട് അത് ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ വിൽക്കുക, അങ്ങനെ ചെയ്യും. ആടെ ഈ സ്വാതന്ത്ര്യ സമരം ഏത് കൊല്ലത്ത നടന്നിനി? ഇവൻ ഏത് പോർക്കാണ്? അവിടെ സ്വാതന്ത്ര്യ സമരം നടക്കാൻ അവിടെ ഗാന്ധിജിയായിട്ടുണ്ട്. ഏടെ ചങ്ങായി, അത് മാത്രല്ല അവിടെ എവിടെ ആഗസ്റ്റ് 15 അവിടെ അറബി മാസല്ലേ? ഓരോ വാർത്താനം പറഞ്ഞിട്ടുണ്ടാക്കണേ. അല്ല, ഇതെന്തപ്പോ ബന കാണാത്ത സത്യനെ? അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെ ഇട്ടേക്കണു. പിന്നെ പുറത്ത് ആ കൺവീനർ കോയയും നമ്മുടെ മെമ്പർ പ്യാരിയും പിന്നെ ആ ബുദ്ധി കൂടി വട്ടായ ചെക്കനുണ്ടല്ലോ ഉണ്ണി, അവനും കൂടെ വന്നിരിപ്പുണ്ട്. ഞാൻ വിളിച്ചിട്ട് പോവാ. പരിപാടി ഉണ്ട്. എന്താ പരിപാടി? ഭ്രാന്തനെ പോലെ ഉണ്ട്. മര്യാദക്ക് ചെയ്ത് ഇങ്ങോട്ട് ഞാൻ വെച്ചേരാം. ഈ സാധനത്തിന്റെ പേര് തുടരുത്, മാറ്റ്. അതെന്റെ ജീപ്പ. സത്യാണോ? ഇറങ്ങി. അങ്ങനെ വായോള്. എന്താ ഭാര്യയുടെ കൂടെ അങ്ങോട്ട് കൂടിയാ പിന്നെ അങ്ങനില്ല. വായോ ഇറങ്ങാം. എന്താ മണ്ടത്? ആ ചെങ്ങാനൊന്ന് പുറത്തേക്ക് ഇറക്ക്. അല്ല, എന്താ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ? കാര്യങ്ങൾ ഇപ്പൊ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്താണ്? 2020 ജനുവരി മുതല് നമ്മുടെ കേരളത്തില് പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. അതിപ്പോ എല്ലാ വർഷവും പറയണല്ലേ. ഇപ്പൊ അതിലിപ്പോ എന്തൊട്ട് ഒരു പുതുമ? ഇത് അതുപോലെയല്ല, ഇത് വളരെ ഗൗരവമുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റെ വീട്ടില് ആദ്യമായിട്ട് പ്ലാസ്റ്റിക് അങ്ങോട്ട് നിരോധിച്ചു കഴിഞ്ഞു. അതിപ്പോ എന്ന് മുതല്? ഇന്ന് മുതല് ഞാൻ പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്ട്രാപ്പുള്ള വാച്ചാണല്ലോ കെട്ടിക്കൊണ്ട്, കറുപ്പ് കളറ്, അത് മാറ്റി ഇപ്പൊ ഇത് ലെതറിന്റേക്ക്. അതേപോലെ തന്നെ മുടി ചെയ്യുന്ന ചീപ്പ് അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇനി മുടി ചെയ്യണ്ട, മുടി പക്ഷെ കുറ്റിയാക്കി മുറിക്കാൻ പോവാ. അതേപോലെ തന്നെ ബാത്റൂമിൽ ഇരിക്കുന്ന പ്ലാസ്റ്റിക് ബക്കറ്റ്, പിന്നെ കപ്പ്, അതൊക്കെ എടുത്ത് മാറ്റുക. എന്നിട്ട് അത് മാറ്റിയിട്ട് മറ്റേ മണ്ണിന്റെ കളിമണ്ണിനെ പറ്റിയ വലിയ അണ്ടാവുണ്ടല്ലോ, പഴയ കാലത്ത് വെച്ചായിരുന്നേ, അത് കൊണ്ടുപോയേക്കാൻ പോവാ. ക്ലോസറ്റിന്റെ പുറത്തൊരു പ്ലാസ്റ്റിക്കിന്റെ സാധനം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മാറ്റി കണ്ട് കുന്തക്കാലിൽ ഇരുന്നാ മതി. അല്ലേട്ടാ, ഇതിപ്പോ പ്ലാസ്റ്റിക് നിരോധനത്തിന് വേണ്ടിയാണ് ഇതൊക്കെ അവിടെ ചെയ്തു വിട്ടേ. പിന്നല്ലേ. അല്ല, ഇപ്പൊ ഞങ്ങൾ എന്താണ് ഇപ്പൊ അതില് ചെയ്യേണ്ടത്? ഇതിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ മാത്രം ഈ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് കാര്യമില്ല. നിങ്ങളെപ്പോലുള്ള ആളുകളും മാനസികമായിട്ട് ഇത് ഉപേക്ഷിക്കണം എന്നുള്ള നിലപാടെടുക്കണം. അതാണ് നേതാവ്. ഇപ്പൊ എന്റെ ആകപ്പാടുള്ള ഇപ്പൊ ഈ ഒരു കോടയാണ്.
ഇതിന്റെ പീടി പ്ലാസ്റ്റിക്കാ. ഈ പീടി വേണി ഞാൻ കളയാം. മതി. ഞാൻ പറയുന്നത് ഓരോരുത്തരും അവനവനാൽ കഴിയുന്ന രീതിയിൽ എങ്ങനെ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം. ഇതിപ്പോ നിരോധനം വന്നു കഴിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഈ സംഗതി വിറ്റ് കഴിഞ്ഞാൽ 10,000 രൂപയാണ് പിഴ. അത് ലംഘിച്ചിട്ട് വീണ്ടും വിറ്റ് കഴിഞ്ഞാൽ ഉറുപ്പ്യ 25,000 പിഴ വരും. വീണ്ടും ലംഘിക്കുകയാണെങ്കിൽ 50,000 രൂപ ഇവര് പിഴ കൊടുക്കണം. അത് വാർഡ് മെമ്പർമാരെ ഏൽപ്പിക്കാൻ നിയമം വേണം. അത് നടക്കില്ല. ഇനിയിപ്പോ എന്താ ആദ്യത്തെ പരിപാടി? ഇനി ഒന്നുമില്ല, നമ്മൾ നേരെ കടകളിൽ പോകുന്നു. ഈ അറിയാത്ത ആളുകൾ ഒരുപാടുണ്ടാവും. അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിൽക്കും. അതെ, അതുണ്ടാവും. അവരോട് നിർബന്ധമായിട്ട് നമ്മൾ പോയിട്ട് ഇനി മുതൽ ഇത് വിൽക്കരുത് എന്ന് പറയണം. അതിനുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ സത്യത്തിൽ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. അന്ന് നമുക്ക് ഇന്ന് എന്റെ വാർഡിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കാം. അത് തുടങ്ങാൻ പോവാണല്ലോ. പിന്നെ പണ്ടോ കടയിൽ പോയിട്ട് എന്ത് സാധനങ്ങളാണെങ്കിൽ വാങ്ങിച്ചോ, പക്ഷെ അത് നമ്മുടെ പ്രകൃതിയുമായിട്ട് മാക്സിമം ചേർന്ന് നിൽക്കുന്ന സാധനങ്ങളാവണം. സോപ്പ് മേടിക്കണം. എന്തിനാ സോപ്പ്? പയർപൊടി വാങ്ങിച്ചാൽ മതിയല്ലോ. പല്ല് തേക്കുന്ന സാധനങ്ങളൊന്നും വേണ്ടെന്ന്. അതിന് നമുക്ക് ഉമിക്കരി ഉപയോഗിക്കാം. അല്ലെങ്കിൽ മൂച്ചിയുടെ ഇല, മാവിന്റെ ഇല, അതൊക്കെ. അപ്പൊ ഇജ്ജിപ്പോ ചുരുക്കം പറഞ്ഞ ഒക്കെ മാറ്റി. ഞാൻ മാറ്റി. ഞാൻ ചെരുപ്പ് തൽക്കാലം ഇപ്പൊ ഇടുകയാണ്. ഇപ്പൊ അതിന് പകരം മെതിയടി കിട്ടും. മെതിയടി, ഓച്ചറ മെതിയടി കിട്ടും. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 4-5 മേടിച്ചു എല്ലാ മെമ്പർമാർക്കും കൊടുക്കാം. പിന്നെ കൊയക്ക, നിങ്ങളാണ് കൺവീനർ. നിങ്ങൾ ഒരൊറ്റ ആളെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ ആളുകൾ കേൾക്കും. അത് ആളുകളോട് ആ നിലയ്ക്ക് നിങ്ങൾ പറയണം. സത്യ ഇത് എന്നൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഏത് കാര്യമാണ് നടക്കാണ്ട് പോയേക്കണേ? എല്ലാ കാര്യവും ഞാൻ ഏറ്റൊരു കാര്യം എന്തും പിന്നെ 10 പെറ്റാളോടല്ലേ മുക്കാൻ പറയണം. അല്ലാണ്ട് നിന്റെ ആരോഗ്യത്തിനനുസരിച്ച് ഞാനത് ചെയ്യും. മതി. അല്ലെ ഉണ്ണേ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. സത്യേട്ടാ, രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം ഭരിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ. ഇതിനു വേണ്ടി ഏതറ്റം വരെ പോവും. ഞാൻ വേണമെങ്കിൽ സർവ്വറ്റ പീഡകരണം. അവിടെ കയറി വെച്ച കാര്യങ്ങൾ ഇവിടെ എളുപ്പത്തിൽ നടന്നിരുന്നു. നമുക്ക് ക്യാമ്പയിനോട് കഴിഞ്ഞോട്ടെ, എന്നിട്ട് കയറാം. ഉണ്ണി, നീ അത് കേറാൻ പോണതിന് മുമ്പ് മുടി ഒന്ന് വെട്ടിച്ചോ. ഭീകരനാണ് ഈ പ്ലാസ്റ്റിക്. മീനല്ല പനിയുണ്ടോ? എടാ പെടക്കണ മീനെന്നാണ്ടാ ഉദ്ദേശിച്ചത്? പിടക്കണല്ലോ. പെടക്കണ കാണില്ല ഈ ചാള. ഇതാ ഇങ്ങോട്ട് നോക്ക്. ഇതാ പെടക്കണ നോക്ക്. ഭർത്താൻ നിർത്ത് കൈ എടുത്തോ. ഭർത്താൻ പറഞ്ഞിട്ട് പൈസ എടുത്തു. ഇത് നമ്മളെ വകുപ്പ്. ഇതെന്താ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാരും ഉണ്ടല്ലോ. നമ്മുടെ അടുത്ത് മീൻ കുറവാട്ടോ. എന്ത് തോന്നിവാസവും ഇത് നീ കാണിക്കണത്? നീ നാട് നശിപ്പിക്കാൻ നോക്കിയോ? അല്ല, മീൻ വിൽക്കല് നാട് നശിപ്പിക്കല. മീൻ വിൽക്കണതല്ല, മീൻ ഈ പ്ലാസ്റ്റിക് കിറ്റിലിട്ടിട്ട് വിൽക്കാൻ പാടില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അല്ല ശരിക്കും കൺവീനർ ഒന്ന് പറഞ്ഞു കൊടുക്കി. അതായത് ഇതോ നമ്മൾ ഈ കാലാകാലമായിട്ട് ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഇപ്പൊ ലോകം മുഴുവൻ പ്ലാസ്റ്റിക് നിറഞ്ഞു എന്നാ പറയണത്. കുറെ കാലം കഴിയുമ്പോ നമ്മുടെ ഭൂമിയുടെ രൂപം വരെ പ്ലാസ്റ്റിക് രൂപത്തിലാവൂത്രേ. അപ്പൊ നമ്മുടെ ജീവൻ അപകടമാണ്. അതുകൊണ്ട് ഈ സാധനം ഉപേക്ഷിക്കേണ്ടത് ഇജ്ജും ഞാനൊക്കെ തന്നെയാണ്. അതിന്റെ മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്നപ്പോ പ്രസിഡന്റ് പറഞ്ഞതിന്റെ അല്ല, നമ്മളിത് ഇത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാ. വേറൊരു ഭയം ഇങ്ങനെ പറഞ്ഞു തരണോ? അന്റെ വാപ്പ എങ്ങനെയാണ് ആൾക്കാർക്ക് മീൻ പൊഞ്ഞു കൊടുത്തായിരുന്നേ? അതേ ഇലയില് അല്ലേ? അപ്പൊ ഈ തേക്കിന്റെ ഇലയിലും പൊടിയനിയുടെ ഇലയിലും വാഴയുടെ ഇലയിലും ഈ ചേമ്പിന്റെ ഇലയിലൊക്കെ മീൻ പൊഞ്ഞു കൊടുക്കാലോ. നമ്മള് നാളെ മുതൽ ഇലയിൽ വിറ്റോളാം. അത് പറ്റില്ല. വേറെ പ്രശ്നമുണ്ട്. എന്റെ കൺവീനറെ ഇല എന്ന് പറയുന്നത് സസ്യങ്ങളുടെ അടുക്കളയാണ്. ഇവരെ പോലുള്ള ആളുകള് ഇല പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതാ മരം ഉണങ്ങിപ്പോവും. പ്രകൃതി തന്നെ നശിച്ചു പോകും. ഇതെങ്ങാനും ആ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രക്ഷോഭമായിട്ട് മാറും. അത് കൺവീനർക്ക് ഇതൊക്കെ അറിയാന്നല്ല എന്റെ വിചാരം. ഇതിപ്പോ എനിക്കറിയാണ്ടല്ല പ്രസിഡന്റ്. അപ്പൊ സസ്യങ്ങളുടെ അടുക്കള എന്ന് പറയുന്നത് ഇലയാണ്. നമുക്കറിയാലോ. പക്ഷെ എന്നാ എനിക്ക് വേറെ കാര്യം ചെയ്യാലോ. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മളിപ്പോ ഈ മറ്റേ വായിക്കാനായിട്ട് പത്രം വരുത്തുന്നില്ലേ? എന്ത് ജാതി വാർത്ത പൈല് മറ്റേ എന്താ പൈല് വായിക്കാനുള്ളത്? ഒന്നും വായിക്കാനില്ല. ഞാൻ എന്റെ അവിടെ ചെയ്യണ വല്ല സാധനങ്ങളും പൊഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ അപ്പിടുമ്പോ ഒന്ന് തുറക്കാനോ ആ പേപ്പറിൽ എനിക്ക് പൊഞ്ഞു കൊടുക്കാനോ മീന് മതിയല്ലോ. അപ്പൊ നാളെ മുതൽ നമ്മൾ പേപ്പറിൽ കൊടുത്തോളാം. നടക്കൂല. പേപ്പറിൽ പൊഞ്ഞു കൊടുക്കാൻ നടക്കൂല. പേപ്പറിൽ മത്സ്യം പൊതിഞ്ഞാൽ മത്സ്യത്തുമ്പോ കാർബൺ ആവൂലേ? അതൊക്കെ ഗുരുതര വിഷമല്ലേ? ഇതൊന്നും കൺവീനറിന് അറിഞ്ഞൂടെ?
കൺവീനറിനെ അറിയാന്നാണല്ലോ ഞങ്ങളൊക്കെ കരുതിയത്. എന്റെ പ്യാരെ എനിക്കിപ്പോ അത് അറിയാണ്ടല്ല. എന്നാലിപ്പോ ഓനിക്കിപ്പോ ഈ മീന് എന്തിനെങ്കിലും ഒന്ന് പോയി കൊടുക്കണല്ലോ. അതിനൊരു മാർഗം പറഞ്ഞു കൊടുക്ക്. ആശഭാരത സംസ്കാരത്തെ വേരോടെ പിഴുതെറിയാമെന്ന് അധിനിവേശ പ്ലാസ്റ്റിക് ആണ് ഇതെന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും ഇതൊക്കെ പറയാനുണ്ടോ? ആരും ഒന്നും ഈ പഞ്ചായത്തിൽ പറയല്ലോ എന്റെ ഉണ്ടി. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് എന്താ ഇതിനൊരു വഴി? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ വിൽക്കാൻ പാടില്ല, ഇലയിൽ വിൽക്കാൻ പാടില്ല, ഇപ്പൊ പേപ്പറിലും വിൽക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ കൈമിൽ കൊണ്ടുപോകും. ഞാൻ മീനെടുത്ത് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. പ്ലാസ്റ്റിക് നമ്മുടെ ഈ പഞ്ചായത്തിൽ പറ്റൂല. ഞങ്ങൾ കണ്ടുകെട്ടി നശിപ്പിക്കും. നീ ഒരു ദിവസം എത്ര വീട്ടിൽ ഈ കിറ്റിൽ കച്ചവടം നടത്തുന്നുണ്ട്? ഞാനൊരു 10-200 വിട്ട് കൊടുക്കണ്ടോ? 200 വീടാ? കൺവീനറെ 200 × 365 എത്രയായി? സുബ്ഹാനല്ലാ, എന്റെ മോയിതോ ആ ജാതി കണക്കൊന്നും ഇപ്പൊ ഇവിടെ പറയാതിരിക്കാമല്ലേ? അതെന്താ കണക്കിലേക്ക് അത്ര വലിയ വശല്ല. നമുക്ക് അപ്പൊ അടുത്ത കാര്യം എന്താ വെച്ചാൽ തീരുമാനിക്കാം. അതെ എന്റെ മൊയ്തോ, ഇപ്പൊ മെമ്പർ പറഞ്ഞ പ്രകാരം ഇപ്പൊ അതിന്റെ കണക്കൊക്കെ പാടെ കൂട്ടി വന്നു കഴിഞ്ഞാല് നെയ്യ് ഈ പഞ്ചായത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ എണ്ണത്തിന് കണക്കുണ്ടാവില്ല. നമ്മള് മാത്രോ? നിന്നെ പോലെ ഓരോരുത്തരോടോ എന്താ കൺവീനറെ? അപ്പൊ അങ്ങോട്ട് ഇനി മുതൽ വേണ്ടാന്ന് അങ്ങോട്ട് വെക്കാം. അതങ്ങോട്ട് തൂര കളഞ്ഞ നിങ്ങളിപ്പോ എല്ലാരും കൂടി ഇന്റെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല. ഞാൻ ഈ മീൻ വിൽക്കാൻ ഒരു 10-200 കവറ ഉപയോഗിക്കണേ. ഇത് ഞാൻ എവിടുന്നാ മേടിക്കണത്? എവിടുന്നാ? നമ്മുടെ സുഗതന്റെ പീടിയെന്ന്. അവിടെ ഇഷ്ടം പോലെ കവർ കൊടുത്തിരിക്കല്ലേ. അത് ശരി. അപ്പൊ എല്ലാ മീൻ കച്ചവടക്കാരും സൂതന്റെ അവിടെ നിന്നാണ് കവർ അവിടുന്ന് മേടിക്കണത്. കൺവീനറെ നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. ഇതൊക്കെ എടുത്ത് കളയണട്ടോ. കളയണ്ട. അല്ലടോ ചങ്ങായി, ഇനി മേലിൽ ഈ കവർ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് തന്റെ നാളെ മുതൽ പോരെ. നാളെ മതി. നാളെ മതി. കഴിഞ്ഞിട്ട് കളഞ്ഞോട്ടെ. നാളെ കൂടി ഇന്നും കൂടി കഴിഞ്ഞിട്ട് കളഞ്ഞോ. കഴിഞ്ഞത് പാടില്ല കേട്ടോ. കഞ്ഞുടി കുട്ടിക്കല്ലേ. സുഗതൻ സുഗതൻ നല്ല സാധനം അടിക്കണം. സുഗതൻ ഒരു അധിനിവേശ അതെ അതെ അതെ. അടുത്ത സുഗതൻ ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാല് നീ പെരയിൽ മുഴുവൻ കൊണ്ടു കൊടുക്കാൻ നേരിട്ട്. മിന 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 മറിമായം